ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടെ നമുക്ക് എല്ലാവർക്കും ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം. ഇടവകയുടെ വികാരിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഡാനിയൽ വർഗീസ് അച്ഛനാണ് സഹകാർമ്മികരായിരിക്കുന്നത്. ബഹുമാനപ്പെട്ട KM ലിബച്ചനും ബഹുമാനപ്പെട്ട അജിത്ത് അച്ഛൻ, പ്രിയപ്പെട്ട റോജൻ അച്ഛൻ എന്നിവരാണ്. പ്രിയ അച്ഛന്മാരെയും വന്നുകൂടിയിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആമംഗല്യാശീർവാദം ഇന്നും കേൾക്കുന്നിതാ. ആമംഗല്യാശീർവാദം ഇന്നും കേൾക്കുന്നിതാ. തമ്മിൽ ചേരും നേരം തമ്മിൽ ചേരും നേരം വിശുദ്ധനാം പ്രിയൻ തൻ കൃപാചരിയും വിശുദ്ധനാം പ്രിയൻ തൻ കൃപാചരിയും രക്ഷകയെഴുന്നള്ളി യോജിപ്പിക്കുന്നിവരെ. രക്ഷകയെഴുന്നള്ളി യോജിപ്പിക്കുന്നിവരെ. ദീർഘകാലം സന്തോഷം ചേർന്നു വസിച്ചിടാം. ദീർഘകാലം സന്തോഷം ചേർന്നു വസിച്ചിടാം. വിവർത്തങ്ങൾ കിരീടം വെച്ചെന്നോതിൻ പാതേ. വിവർത്തങ്ങൾ കിരീടം വെച്ചെന്നോതിൻ പാതേ. ക്രിസ്തന്മാണവാട്ടിയ സൗഭാഗ്യം ചേരട്ടെ. ക്രിസ്തന്മാണവാട്ടിയ സൗഭാഗ്യം ചേരട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹായെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹായെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ
പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹായെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദിയിലേക്കും തന്നെ. ആമേൻ. ദൈവമായ കർത്താവേ, നിന്നോടുകൂടെയുള്ള അനുവില്ലാ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നെ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന്റെ പരിപൂർത്തി ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ. നിന്നെ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോകുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴുകൾ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവാൾമാർ പൂർണ്ണതപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടികൾ പരിപൂർണ്ണതപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്നോടുകൂടിയും ആദിനെ പ്രസാദ പരിശുദ്ധന്മാരോടുകൂടിയും മാഞ്ഞുപോകാത്ത ഭാഗ്യങ്ങളിൽ നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടങ്ങളിലും നിന്റെ വത്സരന്മാരുടെ സംഘങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതി സ്തോത്രം നിനക്ക് ഞങ്ങൾ കരേറ്റിക്കൊള്ളുന്നു. ഓശോ വാനഭൂവാസികളെയോ സന്തോഷിപ്പിച്ച ആനന്ദം അരുളിയ ദേവാ എന്നേക്കും സ്തോത്രം. കരുണാകരനാം മശിഹായേ തൽസേവകരായി തിരുമുൻപിൽക്കും കൂട്ടത്തെ സന്തോഷിപ്പിക്കാം. രക്ഷകവലം കൈ നീട്ടി തിരുനാമത്തിൽ ഞങ്ങൾ ഭക്ഷമായി നൽകും മോതിരങ്ങൾ വാഴ്ത്തിയിടണമേ നീ. മോതിരത്താൽ സമമശിഹായ്ക്കായി വേളിക്കായി തീർന്നാൾ തിരുമേനി തിരുരക്തം കൈക്കൊണ്ടിടുന്നു. പുത്രപുത്ര വിശുദ്ധാത്മാവാം ത്രിയേകൻ വന്ദ്യൻ വാനോർ ഭൂവാസികൾ വന്ദി ആഘോഷിക്കുന്നു. കർത്താവേ, സ്വർഗത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സമാധാനപ്പെടുത്തിയ നിന്റെ നിത്യസമാധാനം ഇപ്പോൾ അന്യോന്യം ചേർന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ സഹോദര സഹോദരികളെ സംയോജിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹിയുമായ ദൈവമേ, ഇവർ തങ്ങളുടെ ആയുഷ്കാലമൊക്കെയും അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യേണ്ടതിന് ഇവർക്ക് പരിപൂർണ ഐക്യമുണ്ടായിരിക്കുമാറാകണമേ. ഹോശോ നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും അപേക്ഷിക്കണം. അനുഗ്രഹിതനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് സഹായം ചെയ്യണമേ. സ്തോത്രം ദയസമകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമാത്ത തിരക്തദാസമാലിന്യങ്ങളിൽ നിന്ന് പിഴകളൊന്നും അതിനെ വെടിപ്പാക്കുകയും ഭൗമസഭയെ വിവാഹം ചെയ്യിക്കുകയും താൻ അതിന് വിവാഹം ചെയ്യിക്കപ്പെട്ടവരായി തീരുകയും മ്ലേച്ഛ പിശാചുകളുടെ മേൽ അതിനെ വീണ്ടെടുക്കുകയും സകല കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതിനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനായിരിക്കുന്ന മശിഹാതമ്പുരാന് തന്റെ അടിയാരുടെ മോതിരം വാഴ വിശ്വസോടെ ഗുണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ഓശോ മനുഷ്യരുടെ സകലവിധ അറിവുകൾക്കും മേലായി മഹോന്നതപ്പെട്ടിരിക്കുന്നവനും നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവനും സകല തിന്മകളിൽ നിന്നും അകന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഉറവും നന്മകളുടെ നദിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും സകല കഷ്ടതകളിൽ നിന്നും മരണത്തിൽ നിന്നും
നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ വെടിപ്പുള്ള മോറോൻ നീയാകുന്നു. മോതിരത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിവാഹ സന്തോഷങ്ങൾ തികവായി പൂർണ്ണതപ്പെടുവാനും വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറുവാനും നിയമിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസനായ ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായതിനെ കാരുണ്യപൂർവ്വയാൽ അനുഗ്രഹമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോതിരങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന ഈ മണവാളനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന ഈ മണവാട്ടിയെയും ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരുമാക്കണമേ. കർത്താവേ, കൃപ ചെയ്ത് ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നതാക്കണമേ. ദൈവമായ കർത്താവേ, ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും അഴിവില്ലാത്തവണ്ണം ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ പ്രാകാരേണ ഇവരെ നീ അലങ്കരിക്കണമേ. ഈറന്മാരും മാലാഖമാരും ഇടവിടാതെ സന്തോഷിക്കുന്നിടമായി നിന്റെ സ്വർഗീയ മണവറയ്ക്ക് ആനന്ദപൂർവ്വരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ മതി വരാതെ ഇവർ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കന്യാവ്രതവും വെടുപ്പുമുള്ള ദേഹികളെ തനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കുന്ന സത്യമണവാളനായുള്ളവേ, അന്യോന്യം വിവാഹം നിശ്ചയം ചെയ്യുകയും നിന്റെ ശ്രേഷ്ഠതയുടെ സന്നിധിയിൽ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങൾ മുഖാന്തരം അവരുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ അടിയാരിൽ നിന്ന് ശ്രേഷ്ഠ നടപടികളാകുന്ന മാധുര്യവും ഇമ്പവുമുള്ള പരിമളം വീശുവാൻ ഇവരെ യോഗ്യതയുള്ളവരാക്കണമേ. സത്യസ്നേഹവും നിരപ്പും സമാധാനവും ഭിന്നിച്ചു പോകാത്ത ഐക്യമത്യവും ഇവർക്ക് തമ്മിൽ ഉണ്ടായിരിക്കുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും അന്യോന്യ നിർമ്മലതയെ കാത്തുകൊള്ളുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇവർ കരേറ്റുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. എന്റെ കൃപയാലും ബഹുലമായ അനുഗ്രഹങ്ങളാലും ഈ മോതിരങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭയിൽ മക്കളുടെ സന്തോഷങ്ങളെ പൂർണ്ണമാക്കുവാനായി തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. ഭസ്മോദാമോ ദാബ്രോ മദ്രൂകാദിശോ ഹായേദരവനം വൽമീൻ. നമ്മുടെ കർത്താവായ യേശുമശിഹായുടെ വലങ്കൈ കാരുണ്യപൂർവ്വം നിന്റെ അടുക്കിലേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ വിവാഹ നിശ്ചയത്തിന് ലക്ഷ്യമായി ഈ മോതിരത്തോടുകൂടെ കൃപയും തന്റെ കരുണയുടെ വാഴും തന്നിൽ നിന്ന് നീ പ്രാപിക്കുമാറാക. നന്മകളും വാഴുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലങ്കൈ തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വാഴുകൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുമശിഹായുടെ വലങ്കൈ രഹസ്യമായി നിന്റെ അടുക്കിലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ സ്ലീഹന്മാരുടെ കയ്യിൽ നിന്ന പോലെ ബഹുമാനമുള്ള പട്ടക്കാരുടെ കയ്യിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിന് ലക്ഷ്യമായ ഈ മോതിരത്തെ നീ സ്വീകരിക്കുക. ആത്മാവിന്റെ ശരീരത്തിന്റെ സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും തനിക്കും തന്റെ പിതാവിനും തന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നീ കരേറ്റുകയും ചെയ്യണം. എന്റെ ഭക്ഷികാമൂലം വിശുദ്ധ സഭയുടെ സന്തോഷങ്ങളെ പൂർത്തിയാക്കി ദൈവമായ കർത്താവ് അന്യനെ വിവാദിച്ചിട്ടുള്ള ഈ നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണമാക്കട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ
സ്വർഗീയ വാഴ്വുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടക്കവും ഒതുക്കവും കൊണ്ട് ഇവരെ താൻ അലങ്കരിക്കട്ടെ. ഇസാക്കിനെയും ലബേക്കടെയും വാദിച്ചും പൊന്നാപുണ്ണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോതിരങ്ങളാൽ താൻ ഇവരെ പൂർണ്ണമാക്കട്ടെ. തന്റെ രക്ഷ കൊണ്ട് മണവാളനെ താൻ സന്തോഷിപ്പിക്കട്ടെ. പഴക്കവും നാശം വരാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ ശൂശാല പുഷ്പളേക്കാൾ വിശേഷവാസം നൽകുന്ന പരിഭാഗതയുടെ മനസാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടുപോകുവാൻ ദൈവം ഇവർക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദേഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്നു ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന്റെ നിർമ്മലാവസ്ഥ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കൾ ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവിന്റെ അടുക്കൽ നിന്ന് നന്മയുള്ള കാലങ്ങളും അനുഗ്രഹകരമായ ആണ്ടുകൾ ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, ശ്രേഷ്ഠഭാഗം നിൽക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ അടിയാരായ ഞങ്ങളുടെ അപേക്ഷകൾ കേട്ട് വാഴുവയുടെ മക്കളെ സന്തോഷങ്ങളുടെ കാര്യങ്ങളെ ഇവർക്ക് നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നുള്ള സത്യവിശ്വാസം ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിലിവർ നിലനിൽക്കുന്നവരുടെ മക്കൾക്ക് നിന്നെ അവകാശമാക്കി കൊടുക്കുന്നതിനുമായിരിക്കാൻ ഇവർക്ക് കൃപ നൽകണമേ. ഈ കല്യാണ വിനോദിക്കത്തിന്റെ മേൽ നിന്റെ നന്മകളും വാഴും വർദ്ധിപ്പിക്കണമേ. ജയ നൽകുന്ന നിന്റെ സ്ത്രീമായ ഈ മണവാളനെയും മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുക്കുൽ ശുഭാലവൽമേ മർമ്മം കാണിച്ചു ലോകാന്ത്യം വരെ നിന്നോട് ഞാനെന്നുള്ള വാഗ്ദത്തം ജനകൻ പക്കൽ നിന്നീ ഭാഗ്യം രാജസുതൻ എനിക്കായി നൽകി സർവം എനിക്കായി തന്നിടുന്നു. ഇതിനാൽ അവനെ വന്ദിക്കുന്നേ, വിഗ്രഹഭക്തി ചുറ്റിച്ചെന്നേ. കഷ്ടം വഞ്ചകരാം ദുഷ്ടനോ രക്ഷകരാമീശോയെ സ്തോത്രം. യോഗ്യത തന്നവനിൽ ഭാഗ്യം സ്നാനത്താൽ വിശുദ്ധാത്മാവിന്റെ ആയുധമെന്നെ ചാർത്തിതാൻ മാംസം രക്തം മോതിരമായി ഇട്ടു തന്നാൽ വീരലിന്മേൽ മണവാളൻ തൻ സൂര്യനോപ്പം. മണവാട്ടി പകലോടു തുല്യ പരിമള വൃക്ഷത്തോടങ്ങനെ ഇരുന്നാൽ സകലവും തുല്യം. ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിലേക്ക് വന്നിരിക്കുന്ന വിശ്വാസികളെ കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി 30 60 100 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മകൾ നിങ്ങൾക്ക് താൻ നൽകട്ടെ. ഇവിടെ കർത്താവിന്റെ സ്ലീവ രാപ്പകൽ നിങ്ങളോട് കൂടെയിരുന്നു തിന്മപ്പെട്ടവരിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. അനുഗ്രഹീതമായ വിവാഹ കുദാശയുടെ ആദ്യ ഭാഗമായ മോതിരവാടുവിൻ്റെ ശുശ്രൂഷയാണ് ഇവിടെ പൂർണ്ണമായിരിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ കരുണയാൽ നിങ്ങൾ രണ്ടുപേരും മണവാളനും മണവാട്ടിയും എന്ന സ്ഥാനത്തേക്ക് ദൈവം തിരഞ്ഞെടുത്തു എന്നതിൻ്റെ പ്രതീകമായിട്ടാണ് പട്ടക്കാരൻ മോതിരങ്ങൾ വാഴ്ത്തി നിങ്ങളുടെ കരങ്ങളിൽ ഇട്ടിരിക്കുന്നത്. തുടർന്ന് രണ്ടാം ഭാഗം ശുശ്രൂഷ ആരംഭിക്കുവാൻ പോവുകയാണ്. രണ്ടാം ഭാഗം ശുശ്രൂഷ കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷയാണ്. ദൈവരാജ്യത്തിൻ്റെ ചെറിയ പതിപ്പായ കുടുംബത്തിൻ്റെ രാജാവും രാജ്യം എന്നുള്ള അനുഗ്രഹീതമായ പദവിയിലേക്ക് ക്രൂശാകൃതിയിലുള്ളതായ കിരീടം നിങ്ങളുടെ തലകളിൽ വെച്ച് നിങ്ങളെ ആശീർവദിച്ച് കിരീട വാഴുവിലൂടെ
മണവാളനും മണവാട്ടിയും ദൈവരാജ്യത്തിൽ എന്ന കുടുംബത്തിൻ്റെ ഭാര്യാഭർത്താക്കന്മാരായി രൂപാന്തരപ്പെടുന്ന ധന്യമായ ഒരു ശുശ്രൂഷയാണ്. കർത്താവിൻ്റെ ക്രൂശിലൂടെ കാണിച്ചു തന്നതായ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും താഴ്മയുടെയും വലിയ മാതൃക നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ പാലിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കും വിജയകരമായൊരു കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും. അതിന് ദൈവം തമ്പുരാൻ എല്ലാ കൃപകളും ഈ പ്രിയപ്പെട്ട മക്കളുടെ മേൽ ചൊരിയണമേ എന്ന് നമുക്കെല്ലാവർക്കും ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവേ, നിൻ സുതർ ഞങ്ങൾ സന്നിധിയണയുമീ മംഗളനേരം. കനിയണം ദേവാ ദാസരിവരിൽ ആശീഷങ്ങളേകി പാലിക്കണമേ. യോജിപ്പിക്കാം തൃക്കരങ്ങളാൽ നയിച്ചിടുവാൻ തിരുഹിതം യോജിപ്പിക്കാം തൃക്കരങ്ങളാൽ നയിച്ചിടുവാൻ തിരുഹിതം വിവാഹനാളിൽ നിൻ വാഴ്വിൽ ആയിടണമേ. ഉൾക്കാമ്പിൽ നീ വാഴ്ക ഉടയവനായി നയിക്കാൻ സൽകുടുംബമായി യോജിപ്പിക്കാൻ തൃക്കരങ്ങളാൽ നയിച്ചിടുവാൻ തിരുഹിതം യോജിപ്പിക്കാൻ തൃക്കരങ്ങളാൽ നയിച്ചിടുവാൻ തിരുഹിതം കല്യാണ വേളയിൽ നാഥൻ കാരുണ്യം ചെയ്തതുപോൽ പൂരം സർവം പോകി ഉത്തമമാകാം ഇന്ന് നിറഞ്ഞിടുവാൻ യോജിപ്പിക്കാം തൃക്കരങ്ങളാൽ നയിച്ചിടുവാൻ തിരുഹിതം യോജിപ്പിക്കാം തൃക്കരങ്ങളാൽ നയിച്ചിടുവാൻ തിരുഹിതം കല്യാണം ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോഴ്മക്കാരോടുകൂടെ നിന്റെ നിത്യസന്തോഷങ്ങൾക്ക് ഞങ്ങളെ നീ ക്ഷണിക്കണമേ. ഞങ്ങൾ അവരോടുകൂടെയും അവരുടെ ഇടയിലും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധർഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നമ്മുടെ പൂർവ്വ മാതാപിതാക്കന്മാരെ അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മണവാളിൻ്റെ മേലും മണവാട്ടിയുടെ മേലും ചൊരിയണമേ എന്ന പ്രാർത്ഥനയായി ഗീതം ചൊല്ലുമ്പോൾ മണവാളിനും മണവാട്ടിയും കുരിശു വരച്ച് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയും ജനങ്ങൾക്കെല്ലാവർക്കും ദൈവ കൃപ ചെയ്യണമേ എന്ന് പ്രതിവാക്യമായി ചൊല്ലുകയും ചെയ്യാവുന്നതാണ്.
പൂർവവിശുദ്ധരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ കൃപ ചെയ്യണമേ നീ. ആദാം ഹൗവ എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ കൃപ ചെയ്യണമേ നീ. അബ്രാം സാറ എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ കൃപ ചെയ്യണമേ നീ. എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ കൃപ ചെയ്യണമേ നീ. എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ കൃപ ചെയ്യണമേ നീ. പിന്നെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ കൃപ ചെയ്യണമേ നീ. അന്യോന്യം ഒന്നായി തീർന്നിരിക്കുന്നതായി നിന്റെ അടിയാരെ നിന്റെ ദാനങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കണമേ. നിന്റെ നൽവരങ്ങളാൽ ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവിക കൽപ്പനകളുടെ ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ തിരുസന്നിധിയിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ രാജൻ നിൻബലത്തിൽ സന്തോഷിക്കാം. ഹാലേലൂയ ഹാലേലൂയ തവ രക്ഷയിൽ അവനേറ്റം മോദിക്കും. നന്മയിൽ അനുഗ്രഹം മുൻപിടുന്നവനേ നീ. ഹല്ലേലൂയ ഹല്ലേലൂയ മാന്യമമുടിതൻ ശിരസിൽ ചൂട്ടുന്നു പാരയ്ക്കുമോ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹീതനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറ തലമുറ യഥാപ്രകാരം ഇരിക്കുന്നവനുമായ സ്വയംഭൂവും തന്റെ മാലഹമാർ ചുറ്റും നിന്ന് തനിക്ക് വന്ദനം അണച്ചുകൊണ്ടിരിക്കുന്ന ആദ്യന്തമില്ലാത്ത വചനവും ധാരാളമായ നമ്മുടെ എല്ലാവരുടെയും കരുണ ചെയ്ത് തന്നെ അടുക്കിലേക്ക് തിരിപ്പിച്ച മഹത്വാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ സൗജന്യം ചെയ്യുന്നതിന് ശ്രേഷ്ഠത്തിന് സ്തുതി. തൻ്റെ അടിയാട് കിരീടമാണ് ശുശ്രൂഷപൂർണ്ണമാക്കപ്പെടുന്ന നേരത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും തനിക്ക് യോഗ്യമായിരിക്കുന്നു. സകല സ്വർഗീയ സൈന്യങ്ങളും ഭയത്തോടും വിറയിലോടും കൂടെ തന്നെ മഹത്വീകരിക്കുകയും
അത്യുന്നതങ്ങളിൽ അഗ്നിമേന്മാരുടെ കൂട്ടങ്ങൾ തൻ്റെ ശ്രേഷ്ഠതയെങ്കിൽ ഭ്രമിച്ചു കളയുകയും അവർണ്ണനീയമായ തൻ്റെ കരുണയുടെയും അപരിമേയമായ തൻ്റെ ദയയുടെയും ധാരാളതയാൽ എളിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ സന്തോഷിക്കുകയും ബലഹീനരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠതയുടെ അധികാരത്തിന് കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്തു വന്ന് നിന്റെ കരുണയുടെ നിഴലിൻ കീഴിലും നിന്റെ ദയയുടെ ചെറിയ കീഴിൽ അഭയം പ്രാപിച്ചിരിക്കുന്നതുമായ നിന്റെ അടിയാരെ നീ വാഴ്ത്തണമേ. ഇവർ തങ്ങളുടെ സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ ഇവരെ നീ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവെ, ഇവരെ കാത്ത സ്വർഗരാജ്യത്തേക്ക് നടത്തുന്ന നേർവഴിയിൽ കൂടിയോടുവാനും ആത്മീയ നൽവരങ്ങളിൽ പൂർണ്ണതയുള്ളവരാകുവാനും ദേഹദേഹികൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരം ചെയ്ത് ആദായമുണ്ടാക്കുവാനും ഇവർക്ക് കൃപ നൽകണമേ. കർത്താവെ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് അകന്നിരിക്കുന്നവരുമാകുവാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധതയുടെ പാർശ്വത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ട സാത്താന്റെ അടിമയിൽ നിന്ന് ഓടിപ്പോകുവാനും ഇവരുടെ ഹൃദയങ്ങളെ നീ ഒന്നാക്കണമേ. നിന്റെ ആത്മീയ മുന്തിരിത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭയഭക്തിയുടെ തീഷ്ണതയിലും നിന്റെ കൽപ്പനകളുടെ അനുഷ്ഠാനത്തിലും താല്പര്യമുള്ളവരുമാകുവാൻ ഞങ്ങൾക്കും ഇവർക്കും ഇടയാക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ സംഘങ്ങൾക്ക് തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവനെ ദ്വേഷിക്കുന്നവരും നിന്റെ ദൈവത്വത്തിന് അനുസരണമുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കണമേ. നിന്റെ സ്വർഗരാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നല്ലവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനും നീ ആകയാൽ നിനക്കും പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ഹോശോ വബുകുല സവാനുല ഓൽമീൻ. പുത്രി നീയ സുന്ദരി സുന്ദരി രാജൻ തിരുസഭയാം നിന്നെ വാഴ്ത്തിക്കുന്നു. തേൻ കാട്ടകൾ നേൻ ആദരം പൊഴിക്കുന്നു. അംഗികൾ സുഗന്ധി നീ സാർക്കുസുമം പോ. സുന്ദരി സഭയെ നിന്നിൽ മാലിന്യം ഇല്ലേതുമേ. രാജൻ തൻ കുരിശാൽ നിന്നെ കാത്തിടുന്നു. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. പുത്രി നീയ സുന്ദരി ബഹുസുന്ദരി. ത്തിൻ നീയാകുന്നു. നിന്റെ നെറ്റിമേൽ ശ്രീവായുടെ മുദ്ര. വിശുദ്ധമാനിൻ വായ് സ്തോത്രം തിരുരക്തത്താൽ നിന്നുടെ ചുണ്ടെല്ലാം ചുവന്നപകൽ സ്തോത്രം സാന്നിധിയിൽ പാടിയിടുന്നു. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. പാറിക്കുമോ. കാന എന്ന നഗരത്തിലേക്ക് കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ നല്ല വീഞ്ഞായി മാറ്റുകയും ചെയ്ത സത്യത്തിന്റെയും നീതിയുടെയും മണവാളനായി ഇപ്പോഴും മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊണ്ട് നിന്റെ വിശുദ്ധ മദ്ബായുടെ മുൻപാകെ തങ്ങളുടെ കഴുത്തുകളെ വണക്കിയിരിക്കുന്ന ഈ നിന്റെ അടിയാരെ നീ വാഴ്ത്തേണമേ. അനുഗ്രഹങ്ങളും കരുണയും നിറഞ്ഞിരിക്കുന്ന നിന്റെ വലം കൈ
ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. നിന്റെ ആത്മീയ മണവറയിൽ ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകളെ ആചരിക്കുകയും ചെയ്തിട്ടുള്ള വിശുദ്ധന്മാരുടെ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന കല്യാണ വിരുന്നിന് ഞങ്ങളെയും ഇവരെ നീ യോഗ്യതയുള്ളവരാക്കണമേ. ഞങ്ങളും ഇവരും നിന്റെ വലതുഭാഗത്ത് നിന്ന് നിന്റെ കരുണയെ കണ്ടുകൊണ്ട് നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ആയതിപ്പോഴും എല്ലാം ഇപ്പോഴും തന്നെ. വേഷക്കാർക്ക് ലേഖനം 5-ാം അധ്യായത്തിൽ നിന്ന് എന്റെ സഹോദരനെ, നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ എല്ലാവരും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നവരായിരിപ്പേൻ. മിശിഹായുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിപ്പേൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിന് എന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പേൻ. എന്തുകൊണ്ടെന്നാൽ മിശിഹാ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷാവുമാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പേൻ. മിശിഹായി തന്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും ഇതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുവാനും മഹത്വമുള്ളതായ മാലിന്യം കരയുവയ്ക്കുന്നതുമായ യാതൊന്നുമില്ലാതെ വിശുദ്ധിയും നിഷ്കളങ്കമായും തനിക്ക് തന്നെ സഭയായതിനെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ പ്രകാരം തങ്ങളുടെ ശരീരങ്ങളെ എന്നതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരരെ, നമ്മുടെ കർത്താവിനെ ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിൽ ഞങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവൻ ലക്ഷ്യം പ്രസംഗിക്കുന്ന മത്തായിയിലേക്ക് എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ. വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ നടുവിട കാലത്ത് ഇപ്രകാരം പഠിപ്പിച്ചു. ഈശോ തമ്പുരാൻ ഈ വചനങ്ങളെ പറഞ്ഞതിനു ശേഷം ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ യഹൂദയുടെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി വളരെ പുരുഷാരം തന്നെ പിന്നാലെ ചെന്നു. അവിടെ വെച്ച് അവരെ താൻ സൗഖ്യമാക്കി. പരീശന്മാർ അവരുടെ അടുക്കൽ വന്ന് അവനെ പരീക്ഷിച്ചും കൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തൻ അതിൻ്റെ ഭാര്യയെ ഉപേക്ഷിപ്പാൻ ന്യായമാകുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ താൻ അവരോട് ഉത്തരമായി അരുളിച്ചത്, ആദിയിൽ സൃഷ്ടിച്ചാൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും തൻ്റെ മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരും എന്നരുളി ചെയ്തു എന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരം അത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യർ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ ജനങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന തലകളും തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു. ദസ്മദാവോ ദാബ്രോ വദുരുഹോ കാദീശോ ഹായേദനവനമൽമീൻ. Clilo vide domoro mens moyo soya hinogesh
ലഗ്സ്നോയോയേ ക്ലീലോദ് കഹനോ സോയേ പരീഷേ ദമ്പതികളെയും മണവറയിൽ സന്തോഷിപ്പിക്കാം. ഞാനെന്നുടയോൻ കയ്യാ മകുടം കോഷാമിറങ്ങി മണവാളനെ ആചാര്യൻ അണിയിക്കും മകുടം രമ്യം. അനുഗ്രഹം നിറഞ്ഞോരു വലം കൈ ഇവർ മേലാവസിപ്പിച്ച് ദമ്പതികളെയും ശിരസിൽ മുടിയേയും വാഴ്ത്തിയിടണമേ. വാനിൽ നിന്നോരു മകുടം കാർത്തനിൽ നിന്നിറങ്ങി മണവാളൻ ശിരസിന്മേൽ കഹന ചൂട്ടി. കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിന്റെ സകല ശക്തിക്ക് നേരെ തോറ്റുപോകാത്ത ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ദമ്പതികളെയും മുടിയാൻ മണവറയിൽ സന്തോഷിപ്പിക്കാം. നിന്നോരു മകുടം കാർത്തനിൽ നിന്നിറങ്ങി മണവാട്ടിയെ ആചാര്യൻ അണിയിക്കും മകുടം രമ്യം. രക്ഷകൻ നീതിയിൽ മുടിയേ നിങ്ങൾക്കായി മുടങ്ങിയിടട്ടെ. പിതൃപുത്ര വിശുദ്ധാത്മനോ സ്തോത്രം പാടിടുവീൻ. വാനിനുടയോൻ കയ്യാ മകുടം കോഷാമിറങ്ങി മണവാട്ടിയെ ആചാര്യൻ അണിയിക്കും മകുടം രമ്യം. കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. നീ കരേറ്റിയും കൊണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെയും സന്തോഷിക്കുമാറാകാം. മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിനും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനാകുന്ന മശിഹ സത്യത്തിന്റെ മണവാത്മ കൊണ്ട് നിങ്ങളുടെ മണവാത്മയെ മുദ്രയിടട്ടെ. മശിഹ തന്റെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലം കൈ നിങ്ങളുടെ മേൽ വന്നാവസിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിന്റെ മാലാക നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽക്കരസയുടെ വഞ്ചനയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരിൽ സന്തോഷിപ്പാനായിട്ട്
കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം ആകാശത്തിൽ നിന്ന് മഞ്ഞും ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബ് അവന്റെ പുത്രനായ യൗസേഫിനെ വാഴ്ത്തി, നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ആ വാഴ്വും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തന്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും ഇന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ കൈകളാൽ നിങ്ങളുടെ തലകളിൽ വയ്ക്കപ്പെട്ട കിരീടങ്ങളിൽ മേലും വസിക്കട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കയാൽ സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ആ പാപിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കുമാറാകട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരട്ടെ. മിസ്രൈനിൽ നിന്ന് പുറപ്പെടുവിച്ച മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായി പർവ്വതത്തിൽ ഇറങ്ങിയ അത്യുന്നതൻ നിങ്ങളെയും നമ്മുടെ സർവ്വസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥന് നാം സ്തുതി കരേറ്റുകയും ചെയ്യണം, ആയതിപ്പോഴുമല്ല ഇപ്പോഴും തന്നെ. ഏതൻ തോട്ടത്തിൽ കൂടെയോരേ എന്നെ വേൾക്കുവാൻ വന്നവൻ നീ. ഇളം കാറ്റത്ത് കൊണ്ടുപോകാ ഉല്ലാസം എനിക്കവിടെയുണ്ട്. കർത്തനെ എന്നെ വേദിക്കായി നീ നിശ്ചയിച്ച മണവാട്ടിയായി ഞാൻ. വിശുദ്ധനാം സത്യമണവാള കരുണ ചെയ്കണ്ണിൽ ശരണം നീയേ. കുരിശിനാൽ കൊടുത്തൻ സ്ത്രീധനവും കഷ്ടപ്പാടാൻ സ്വതന്ത്രതയും മണവാളം ഉന്നതത്തിൽ നീൻ വകയായി വിളിച്ചെന്നെ നീ. എന്നെ സൗന്ദര്യത്തെ കൊള്ള ചെയ്യുവാൻ മോഹിച്ചെടുത്തു. തിരുസ്നേഹത്താൽ വേദിച്ചവരെ അടിമയിൽ നിന്നു ഞാൻ സ്വതന്ത്രയായി. ദേവാസുതനെ വലം കൈ നീട്ടി വാഴ്ത്തി ദേണമേ നീ. മണവാളനെയും മണവാട്ടിയെയും ശിരസിൻ മുടിയേയും നീ. തുകനാഥ ദമ്പതികളെയും അവരാവർ നാമത്തിൽ നീ. വാഴ്ത്തുകയും ജീവിതകാലം വെളിവിൽ ലോകേ നീ. ജനവും എന്നേക്കും വാഴ്ത്താ വാഴ്ത്തിയിടണമേ ഇഹ പരലോകം വാഴ്വാഴികളേ നീ. തീടുക നിൻ അടിയാർവായികളിൻ സ്തുതിയെ നാഥാ നീ. വാഴ്ത്തിയിടുക വീണകളാൽ നിന്നെ വന്ദനം ചെയ്തിടുവാൻ. എൻ്റെ വാത്സല്യമുള്ള സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവത്തിൻ്റെ ഭവനത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്നോ നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്നോ നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവ്വന്മാർ നമ്മെ പരിമേൽപ്പിച്ചുമായൊരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും
സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരും ആയിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ, നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപാകെയും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമാകുന്ന ജീവൻ്റെ മേശയുടെ മുൻപാകെയും ശ്ലീവായുടെ മുൻപാകെയും വിശുദ്ധ ഏവങ്കേലിയോൻ്റെ മുൻപാകെയും ഈ യോഗത്തിൻ്റെ മുൻപാകെയും ഹൃദയവിചാരങ്ങളെ അറിയാത്തതിൻ്റെ മുൻപാകെയല്ല, അറിയുന്നതിൻ്റെ മുൻപാകെ അത്ര നിൽക്കുന്നത് എന്ന് കരുതിക്കൊള്ളുകയും. ഇതാ, ഇന്നു മുതൽ നിങ്ങളെ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം എനിക്കും നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്ന് ഞാൻ കുറ്റമില്ലാത്തവൻ ആയിരിക്കും. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പട്ടക്കാരുടെ മേലും ശമാശന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിൻ്റെ മേലും മണവാളൻ്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നതിൻ്റെ മേലും വന്നാവസിച്ച് വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വലങ്കി എല്ലായ്പ്പോഴും ഇവരുടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. വീണ്ടും വിശ്വാസികളെ, നിങ്ങൾ ഓരോരുത്തന് അവനവൻ്റെ ഭാര്യയുമായുള്ള ബന്ധം ഏത് വിധത്തിരിപ്പാൻ ന്യായമാകുന്നതെന്ന് ഓരോരുത്തർ സൂക്ഷിച്ചുകൊള്ളുന്നുള്ള ഈ കൽപ്പന നിങ്ങളുടെ എല്ലാവരോടുമാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുകയും. എന്തുകൊണ്ടെന്നാൽ ഇവരുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഇനി അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർത്തിക്കണം. അവൻ വസ്ത്രത്തിൽ കുറവുള്ളവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏതു പ്രകാരം വർത്തിക്കണമോ അതുപോലെ അവൾ അവനോട് വർത്തിക്കുകയും യോഗ്യമണ്ണനെ സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നുവല്ലോ. അവൾ സകലത്തിനും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി അവനോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട എബിൻ, പ്രിയ ജോമോൾ, കർത്താവ് ഇന്ന് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതം ഒരു വലിയ ചുമതലയും വലിയ പദവിയും അത്രേ. തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണ ഉണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് കുടുംബജീവിതം വിജയകരമാക്കുന്നതിന് അത്യാവശ്യമാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുമായിരിക്കണം. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നവരായിരിക്കണം. തിരുവചന ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധനയിൽ സംബന്ധിക്കുകയും ക്രമമായി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യണം. പണം, സമയം, കഴിവ് ഇവയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകർ, സ്റ്റുവാർഡ്സ് എന്ന് മനസ്സിലാക്കി വരുമാനത്തിൻ്റെ ഒരംശം വേർതിരിച്ച് ദാനധർമ്മത്തിനും സഭയുടെ സുവിശേഷ വേലയ്ക്കുമായി നൽകണം. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും വളർത്തണം. ഇപ്രകാരമുള്ള ക്രിസ്തീയ കുടുംബജീവിതം അനുഭവിപ്പാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. എല്ലാവർക്കും എഴുന്നേൽക്കാം. ആകാശവും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം. മക്കൾ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. ഈ വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ വന്ന് പങ്കെടുത്ത എല്ലാവരോടുള്ള നന്ദി, സ്നേഹം അറിയിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേർ നൽകിയത് ബഹുമാനപ്പെട്ട ഡാനിയൽ വർഗീസ് അച്ഛനാകുന്നുവല്ലോ.